കൃപ നിറഞ്ഞവരാകാൻ പകരാൻ ദൈവവചനത്തിൽ വളരാം. ആർത്തുപാടാൻ സാക്ഷ്യമാകാൻ വചനം നൽകും വിടുതലിനായി. സത്യദൈവം ഏകദൈവം വാക്കുമാറാത്ത ദൈവം. സത്യദൈവം ഏകദൈവം വാക്കുമാറാത്ത ദൈവം. ദൈവവചനം ജീവമന്മയാ. ദൈവവചനം ആത്മീയ ജീവന. ദൈവവചനം ജീവമന്മയാ. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവമന്ന വചന പഠന പരമ്പര വളരെ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രൂപതാതല മത്സരത്തിൻ്റെ ഫൈനൽ റൗണ്ടിലേക്ക്, ഓഡിയോ വിഷ്വൽ റൗണ്ടിലേക്ക് തിരികുകയാണ്. നമ്മൾ എത്തിയിരിക്കുന്നത് പൂഞ്ഞാറ് പള്ളിയുടെ ഫ്രണ്ടിലാണ്. ഈ ഇടവകയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കുടുംബത്തെ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. അവർ ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നു. നമുക്കവരെ ഈ നിമിഷം പരിചയപ്പെടാം. പാലാ രൂപത ഇവാഞ്ചലൈസേഷൻ്റെയും കുടുംബ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ജീവമന ബൈബിൾ പഠന മത്സരത്തിൻ്റെ സീസൺ 1 ഫൈനൽ റൗണ്ട് മത്സരത്തിലേക്ക് പൂഞ്ഞാർ ഇടവകയിൽ നിന്നും കരിയാപുരയിടം കുടുംബത്തിലെ ഷൈനും അതോടൊപ്പം തന്നെ മരിയായും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. വളരെ സന്തോഷവും അഭിമാനവും എനിക്ക് ഇതിൻ്റെ ഉണ്ട്. വളരെയധികം കഠിനാധ്വാനത്തിലൂടെയും അതോടൊപ്പം വിവിധ മത്സരങ്ങളിൽ ലോഗോസ് ക്വിസ് മത്സരത്തിലും അതോടൊപ്പം തന്നെ മിഷൻ ക്വിസ് മത്സരത്തിലുമൊക്കെ പങ്കെടുത്ത സമ്മാനാർഹയായാണ് ഞങ്ങളുടെ സൺഡേ സ്കൂൾ അധ്യാപക കൂടിയായ ഷൈൻ ടീച്ചർ. ഈ കുടുംബത്തിൻ്റെ ആ കഠിനാധ്വാനത്തിൻ്റെയും അതോടൊപ്പം ദൈവവചനം വായിക്കുന്നതിനപ്പുറമായിട്ട് ദൈവവചനത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബമാണ് നോബിയും ഷൈനും മരിയായും അടങ്ങുന്ന ഈ കുടുംബം എന്ന അഭിമാനത്തോടുകൂടി എൻ്റെ സന്തോഷത്തോടെ പറയാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. കാരണം അവർ വിശുദ്ധ കുർബാനയിലും സജീവമായി പങ്കുചേർന്ന് ഇടവകയുടെ കുടുംബ കൂട്ടായ്മ പ്രവർത്തനങ്ങളൊക്കെ സജീവമായ പങ്കാളിയായിരുന്നു. നോബി പള്ളി കമ്മിറ്റി അംഗമായിട്ടും ഷൈൻ ടീച്ചർ സൺഡേ സ്കൂൾ അധ്യാപികയായിട്ടും വളരെ സുദീർഘമായ രീതിയിൽ ഇടവകയുടെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായിട്ടും നിറസാന്നിധ്യമായിട്ടും ഈ കുടുംബം ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്ത് ഫൈനൽ റൗണ്ടിൽ പ്രവേശിച്ചതിൽ വളരെ അതിയായ സന്തോഷവും അഭിമാനവും എനിക്കുണ്ട്. ഈ അവസരത്തിൽ പൂഞ്ഞാർ ഇടവക കൂട്ടായ്മയുടെ പേരിലുള്ള പൂഞ്ഞാർ സെൻറ്റ് മേരീസ് ഫൊറോന കൂട്ടായ്മയുടെ പേരിലുള്ള എല്ലാ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും മാത്രമേ അറിയിക്കുകയും എല്ലാ ആശംസകളും ഭാവങ്ങളും ഈ അവസരത്തിൽ ആ സ്നേഹത്തോടെ നേരുകയാണ്. ജീവമന കോമ്പറ്റീഷൻ്റെ ഫൈനൽ പാർട്ടിലേക്ക് എനിക്കും അമ്മയ്ക്കും സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നമ്മളിവിടെ 5 പേരടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ്. ഇത് ഡാഡി, മമ്മി, അച്ചാസൻ, അമ്മ. ഡാഡിയുടെ പേര് കെ സെബാസ്റ്റ്യൻ, മമ്മി ഗ്രേസി സെബാസ്റ്റ്യൻ, അച്ചാസൻ നോബി സെബാസ്റ്റ്യൻ, അമ്മ ഷൈൻ തോമസ്. നമ്മൾ എല്ലാവരും ബേസിക്കലി കൃഷിക്കാരാണ്. ഞാൻ ഒരു IT പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യാണ്. സോ ഇതാണ് നമ്മുടെ കുടുംബം. പിള്ളേരെ പോയി മത്സരിക്കുന്നതൊക്കെ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഈ സമ്മാനം മേടിക്കുമ്പോൾ കൂടുതൽ സന്തോഷം. ജീവമന്നയുടെ ഫൈനൽ റൗണ്ടിൽ പ്രവേശിക്കാൻ പ്രത്യേക അഭിനന്ദനങ്ങൾ കേട്ടോ. അപ്പം പേടിയുണ്ടോ? ഒരു പേടിയില്ല. വചനം പഠിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടില്ല. എല്ലാ വചനം പഠിച്ചിട്ടുണ്ട്, മുഴുവൻ തന്നെ പഠിച്ചായിരുന്നു. പുസ്തകത്തിനെ മുഴുവൻ തന്നെ പഠിച്ചു. ശരിക്കും ഈ ആദ്യം പഠിക്കാൻ തുടങ്ങിയപ്പം എന്നാ തോന്നിയായിരുന്നു ഈ വചനം? ഇപ്പൊ ജീവമന്നയുടെ മത്സരത്തെ കുറിച്ച് കേട്ടു, അത് ഞാൻ അന്നേരം പഠിക്കാൻ തുടങ്ങിയപ്പോൾ ബുദ്ധിമുട്ട് തോന്നി, അതോ എന്നാ അനുഭവം? മത്സരം കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അതായത് ഒരു വചനമെഴുത്ത് മത്സരം ആദ്യമായിട്ടാണ് ചേരുന്നത്. ബൈബിൾ ക്വിസ് ഉണ്ട്, ലോഗോസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ വചനം പഠിച്ചെഴുതുന്ന ഒരു മത്സരം ആദ്യമായിട്ടാണ്. വളരെ കുറേ കാലം മുമ്പ് തന്നെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു മത്സരം പങ്കെടുക്കണമെന്ന്. വചനം കുറേ പഠിക്കണം, എഴുതണം, അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ സഫലമായി. ഒരു 500 മിച്ചം വചനം പഠിക്കാൻ സാധിച്ചു. അതിൽ വളരെ സന്തോഷമുണ്ട്. ഒട്ടും ആഗ്രഹിച്ചില്ലായിരുന്നു ഇത്രയും പഠിക്കുമെന്ന്. പക്ഷേ പഠിച്ച് വന്നപ്പം
ആദ്യമേ ഒരു 100 വചനം പഠിക്കാമെന്നുള്ള ലക്ഷ്യത്തോടെ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഭയങ്കര ഒരു ആവേശമായി പഠിക്കണമെന്ന്. അങ്ങനെ 500 മിച്ചം മുഴുവൻ വചനവും പഠിക്കാൻ സാധിച്ചു. എനിക്കത് ഞാനും തുടങ്ങിയപ്പം ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഇത്രയും അതും കുറെ നാളായിട്ട് പഠിക്കാതിരുന്നിട്ട് ഒരു ടച്ച് വിട്ട് ഇരിക്കുന്ന സമയത്ത് എന്നാലും അമ്മ ഇങ്ങനെ പറഞ്ഞപ്പോ ഓക്കെ ടീമായിട്ടാണ്, അമ്മയുടെ സപ്പോർട്ട് ഉണ്ട്. അപ്പം തുടങ്ങിയപ്പോ ഒട്ടും വിചാരിച്ചിരുന്നില്ല. പിന്നെ എങ്ങനെയോ ഫൈനൽ മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു? ഫൈനൽ റൗണ്ടിൽ അതെ നല്ല എക്സിക്യൂഷൻ ആയിരുന്നു. ഇപ്പം പല ക്വസ്റ്റ്യൻസ് ആണെങ്കിലും എല്ലാം നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ്. അപ്പൊ റൗണ്ടുകളാണെങ്കിലും കറക്റ്റ് എല്ലാം ഒരു കറക്റ്റ് എക്സിക്യൂഷൻ ആയിരുന്നു. ഇത്രയും പഠിച്ചു കഴിഞ്ഞപ്പം മോൾക്ക് പറയാൻ പറ്റുന്ന ഒരു അനുഭവം വല്ലതും ഉണ്ട്? അങ്ങനെ ഈ വചനം പഠിച്ചതിന്റെ പേരിൽ എന്തൊരു അനുഭവം ഉണ്ടായിട്ടോ അങ്ങനെ വല്ലോ നമുക്ക് ഈ ആൾക്കാരോട് പറയാം, നമ്മൾ വചനം പഠിക്കാൻ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു അനുഭവം മോൾക്ക് ഉണ്ടായിട്ടുണ്ട്? ഞാനും ഈ പറഞ്ഞ പോലെ പഠിച്ചു തുടങ്ങിയ സമയത്ത് ഒട്ടും വിചാരിച്ചില്ല. കാരണം അതുപോലെ വർക്കുണ്ട്, നമ്മുടെ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പം അതിൻ്റെ കൂടെ ഇതിനൂടെ സമയം കണ്ടെത്താൻ പറ്റുമോ എന്ന് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു പറ്റില്ലായിരിക്കും, എന്നാലും ഞാൻ ഹെൽപ്പ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ പിന്നീട് വന്നപ്പോൾ നമുക്ക് സമയം കണ്ടെത്താൻ പറ്റുന്നതേ ഉള്ളൂ. നമുക്ക് എന്തൊക്കെയാന്ന് പറഞ്ഞാലും നമുക്ക് നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയുന്ന ഒരുപാട് സമയമുണ്ട്. അപ്പം നമുക്ക് മനസ്സ് വെച്ചാൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതേ ഉള്ളൂ. അതും ദൈവത്തിൻ്റെ വചനമാണ്. അപ്പം അത് ഇപ്പം പ്രൈസ് ഒന്നും കിട്ടിയില്ലെങ്കിലും നമുക്കത് എവിടെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അത് ഉപകാരപ്പെടും, അല്ലെങ്കിൽ ആ ദൈവാനുഗ്രഹമായിട്ട് അത് ഭവിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇവർ പറഞ്ഞ അനുഭവങ്ങളൊക്കെ നമ്മൾ കേട്ടു. നമുക്കറിയാം ഈ പാലാരൂപത മുഴുവനും വലിയൊരു ആവേശത്തോടുകൂടി പങ്കെടുത്ത വചന മത്സരമായിരുന്നു. ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് വ്യക്തിപരമായ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവരും ആ ഒരു അനുഭവത്തിൽ പങ്കുപറ്റിയവരാണ്. നിങ്ങൾക്ക് എല്ലാ ആശംസകളും. നമുക്ക് 26-ാം തീയതി മറക്കരുത്, 26-ാം തീയതി വൈകുന്നേരം 2 മണിക്ക് പാലായിൽ വെച്ച് കാണാം കേട്ടോ. ഓക്കെ. റൗണ്ടിലേക്ക് ഇപ്പൊ നമ്മള് പ്രവേശിച്ചു. ടെൻഷൻ ഉണ്ടോ? ഒരു ടെൻഷനും ഇല്ല. നല്ല കോൺഫിഡൻസോട് തന്നെ മുന്നോട്ട് പോവുക. എന്താ നമ്മുടെ സ്ട്രാറ്റജീസ് ഒക്കെ എന്താ? അടുത്ത റൗണ്ടിലേക്ക് കുറച്ചുകൂടെ പഠിക്കേണ്ടത്, കുറച്ചുകൂടെ പഠിക്കാനുണ്ട്. ബൈബിളൊക്കെ ഒന്ന് വായിക്കുക, എല്ലാം ഒന്ന് മനസ്സിലാക്കുക. വചനം കൂടുതൽ പഠിച്ചത് തന്നെ നല്ല റിവൈസ് ചെയ്ത് നന്നായിട്ട് നല്ല തറവായിട്ട് നന്നായിട്ട് പഠിക്കുക. അപ്പം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യണം ഫൈനലിൽ. ടെൻഷനൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാം. ജീവമന്ന